പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ നാടൻ കറിയാണ് കേട്ടോ. ചേന കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചേനക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ചേന ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേനയും സവാളയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് എണ്ണയിൽ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേന വേവുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി ചേന പാകത്തിന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഒരു നുള്ള് ഗരം മസാല നമുക്കിതിൻ്റെ മുകളിലൊന്ന് തൂപ്പി കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു നുള്ളു മാത്രം മതി. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേനക്കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്